ഓപ്പറേഷൻ ഡി ഹണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ, ലഹരി ഉപയോഗത്തിനെതിരെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി വളരെ വിജയകരമായി അത് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ വരുന്ന വാർത്താക്കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറുകണക്കിന് കേസുകൾ ഓരോ ദിവസവും ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. കിലോ കണക്കിന് ലഹരി മരുന്നുകളാണ് ഓരോ ദിവസവും പിടിച്ചെടുക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ MDMA, അതുപോലെ തന്നെ കഞ്ചാവ്, മറ്റു മയക്കുമരുന്നുകൾ, ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്, അതുമൊക്കെ പിടിക്കാൻ വന്നു. ഏതായാലും ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഓപ്പറേഷൻ ഡി ഹണ്ടിൽ പ്രൊഫൈൽ വ്യത്യാസമില്ലാതെ ആളുകളെ പിടികൂടാൻ എക്സൈസിന് കഴിയുന്നു, പോലീസിന് കഴിയുന്നു എന്നതാണ്. സാധാരണക്കാർക്കൊപ്പം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും എല്ലാം, ഒപ്പം തന്നെ കേരളത്തിലെ മുൻനിര സിനിമാ പ്രവർത്തകരും എല്ലാം ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മുൻനിര നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് വാസിയും എല്ലാം ലഹരി മരുന്ന് കേസിലകപ്പെടുന്നത് നമ്മൾ കണ്ടു. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ഖാലിദ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും, അതിൽ മറ്റൊരാളും സംവിധായകനാണ്, ഇവർ 3 പേരെയും കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന്, ഫ്ലാറ്റ് വേറൊരു സിനിമാ പ്രവർത്തകൻ്റെ ഫ്ലാറ്റാണ്, അവിടെ നിന്ന് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. അതും വലിയ വാർത്തയാണ്. മലയാള സിനിമാ ലോകം വളരെ വിശദമായി, വളരെ ഗഹനമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി വന്ന വാർത്ത കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. റാപ്പർ വേടനാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. വേടനും വേടൻ്റെ സുഹൃത്തുക്കളും താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെയാണ് കേരളം കേട്ടതും ചർച്ച ചെയ്തതും. വേടന് നമുക്കറിയാം, കേരളത്തിലെ യുവതയുടെ ഹരമാണ് വേടൻ. റാപ്പ് എന്ന സംഗീത വഴിയിലൂടെ സഞ്ചരിച്ച് റാപ്പിനൊപ്പം കൃത്യമായ രാഷ്ട്രീയവും നിലപാടുകളും പറഞ്ഞ് മുന്നേറുന്ന വേടൻ എവിടെയൊക്കെ പരിപാടികളുമായി, സംഗീത പരിപാടിയുമായി എത്തുന്നു, അവിടെയെല്ലാം 10,000-കണക്കിന് ആളുകളാണ് കൂടുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വേടൻ്റെ സംഗീത പരിപാടി തിരക്ക് മൂലം നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അവിടെയും യുവതയാണ് വേടനെ കേൾക്കാനെത്തുന്നത്. വേടൻ്റെ പാട്ടുകൾ കേരളത്തിലെ ജനത ഏറ്റെടുത്ത് കഴിഞ്ഞു. വേടൻ പറയുന്ന രാഷ്ട്രീയം വളരെ ശക്തവും വ്യക്തവുമായ രാഷ്ട്രീയമാണ്, കീഴാളൻ്റെ രാഷ്ട്രീയമാണ്. ഒരു തലമുറ മുഴുവൻ അനുഭവിച്ച കാര്യങ്ങൾ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഇതെല്ലാം വേടൻ തൻ്റെ പാട്ടിലൂടെ, തൻ്റെ രാഷ്ട്രീയത്തിലൂടെ, തൻ്റെ വർത്തമാനത്തിലൂടെ യുവതയുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. വേടനെ 2 കരങ്ങളും നീട്ടി ഹൃദയം തുറന്ന് സ്വീകരിച്ചു കഴിഞ്ഞു കേരളക്കര. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. സ്വാഭാവികമായും വേടൻ പ്രശസ്തനായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിലാണ് കഞ്ചാവ് പിടികൂടിയതെങ്കിലും അത് വലിയ വാർത്തയാവുന്നത് സ്വാഭാവികമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ഡി ഹണ്ടാണ്. പ്രൊഫൈൽ വ്യത്യാസമില്ലാതെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് ലഹരി ഉപയോഗം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ, നല്ല ഉദ്ദേശത്തോടെ നടത്തുന്ന ഈ പരിപാടി സമൂഹത്തിൻ്റെ സർവ്വവിധമായ പിന്തുണയുമായി മുന്നോട്ട് പോവുകയാണ്. അത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വേടൻ്റെ നിറമാണ്, വേടൻ്റെ രാഷ്ട്രീയമാണ് വേടനെ കഞ്ചാവ് കേസിൽ കൊടുക്കാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞുള്ള നെറേറ്റീവുകൾ പുറമേ വരുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് ദയവേത് രാഷ്ട്രീയവും ജാതിയും അതുപോലെ തന്നെ വർഗം തുടങ്ങിയ കാര്യങ്ങളൊന്നും കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു സംഭവം അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അല്ലാതെ വേടൻ പറയുന്ന രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ വേടൻ്റെ ജാതിയാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് മറ്റുള്ള നെറേറ്റീവുകൾ ദയവേത് നമുക്ക് ഒഴിവാക്കാം. വേടൻ മിടുക്കനായി തിരിച്ചു വരട്ടെ. ഷൈൻ ടോം ചാക്കോയൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിട്ടിരിക്കുകയാണ്. വേടൻ മിടുക്കനായി തിരിച്ചു വരട്ടെ. ലഹരി ഉപയോഗിക്കുന്നു എന്ന് തുറന്നു പറയുന്ന വേടൻ, സംഗീത പരിപാടികളിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന വേടൻ, ഇതെല്ലാം മാറ്റിവെച്ച് വേടൻ്റെ പാട്ടുകളും വേടൻ പറയുന്ന കാര്യങ്ങളും വേടൻ്റെ രാഷ്ട്രീയവും എല്ലാം നമുക്ക് ആസ്വദിക്കാം. വളരെ ശക്തനായി, മിടുക്കനായി, ഇത് നേരത്തെ പറഞ്ഞ പോലെ യുവതയുടെ ആവേശമായി, ഹരമായി വേടൻ തിരികെ വേദികളിലേക്ക് എത്തട്ടെ, വേടൻ്റെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണം എന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ അളവിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസേ ഉള്ളൂ. സ്റ്റേഷൻ ജാമ്യത്തിൽ ആ കേസിൽ വേടന് പുറത്തിറങ്ങാൻ കഴിയും. പക്ഷേ തൊട്ട് പിന്നാലെ കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ ഒരു സംഭവമുണ്ട്. വേടൻ്റെ കഴുത്തിൽ, അല്ലെങ്കിൽ വേടൻ അണിഞ്ഞിരിക്കുന്നത് പുലിപ്പല്ല് മാലയാണത്രേ. അതായത് പുലിയുടെ പല്ല്
അതാണ് ആ മാലയുടെ ലോക്കറ്റ്. അതുകൊണ്ട് തന്നെ വേടനെതിരെ വനം വകുപ്പ് കേസെടുക്കുകയാണ്. വെറും കേസല്ല, അനധികൃതമായി വേട്ടയാടി എന്ന കേസൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കും, ഈ വേടൻ പുലിയെ വേട്ടയാടി അതിൻ്റെ പല്ലെടുത്ത് മാലയുണ്ടാക്കി കഴുത്തിലിട്ട് നടക്കുന്നതാണ്. എൻ്റെ ഒരു സംശയം, വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പുലിപ്പല്ലുകൊണ്ടുണ്ടാക്കിയ മാലയാണെങ്കിൽ അത് അങ്ങനെയുള്ള മാലയാണെന്ന് വനവകുപ്പിന് നേരത്തെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നേരത്തെ ഒന്നും വേടനോട് ഇത് ചോദിക്കാനോ അദ്ദേഹവുമായി ഇത് സംസാരിച്ച് ഇത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാനോ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ഒരു കഞ്ചാവ് കേസ് ഇരിക്കട്ടെ ഒന്നുകൂടെ എന്നുള്ള മട്ടിൽ ഇത് ചെയ്തായിട്ടേ പുറമേ നിന്നുള്ളവർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നുള്ളൂ. ഏതായാലും വേടൻ്റെ പുലിപ്പല്ല് മാലയാണ് ഇപ്പോൾ പ്രധാന വിഷയം. അതുമായി ബന്ധപ്പെട്ട കേസ് വനവകുപ്പ് വളരെ ശക്തമായി എടുത്തിരിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. നാട്ടിലിറങ്ങി മനുഷ്യനെ കൊണ്ടുവന്ന് ആനയെയും പുലിയെയും കടുവയെയും ഒന്നും പിടിക്കാനോ അല്ലെങ്കിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാനോ ഒന്നും സമയമില്ലാത്ത വനവകുപ്പാണ്. ഒരുത്തൻ്റെ കഴുത്ത് കിടക്കുന്ന മാല പുലിപ്പല്ലും ഉണ്ടാക്കിയാണ് ആരോ പറയുന്നത് ചാടി വീണ് അപ്പം കേസെടുക്കുകയാണ്. 2 ദിവസം കസ്റ്റഡിയാണ്, ഇനി ചോദ്യം ചെയ്യും, ആകെ ബഹളമാണ്. ഇതുണ്ടാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിന് കിടക്കുന്നത് പുലിപ്പല്ലി മാലയാണ്, അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി പോയിട്ടുണ്ട്. അത് അന്വേഷിക്കുമോ എന്തോ അറിഞ്ഞുകൂടാ. ഇതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ പഴയ ആനക്കൊമ്പ് കേസടക്കം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം വലിയ ചർച്ചയാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടിലിറങ്ങി ആളിനെ കൊല്ലുന്ന വന്യമൃഗങ്ങളെ തടയാനുള്ള ഒരു നടപടിയും അല്ല, അതെന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ടീമുകളാണ്. നടക്കട്ടെ, കേസ് വനംവകുപ്പല്ലേ, നടക്കട്ടെ, നന്നായിട്ട് കേസെടുക്കട്ടെ. ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും വേടൻ മിടുക്കനായി തിരിച്ചു വരട്ടെ. വേടൻ്റെ പാട്ടുകളും വേടൻ പറയുന്ന രാഷ്ട്രീയവുമെല്ലാം നമുക്ക് കാതു തുറന്ന് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യാം. അതുവരെ വേടനെ വെറുതെ വേട്ടയാടാതിരിക്കൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാണാം.